വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ കഴിഞ്ഞ പ്രിസൺ ഓഫീസർ എക്സാമിന് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പരിചയമില്ലാത്ത എന്നാൽ വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. അപ്പോൾ 4 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഏത് വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് നോക്കണം. 4 ഏതെങ്കിലും ഒന്നറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. അധിക പേരും ഈ ഒരു പോയിന്റിലായിരിക്കും ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവുക അല്ലെ. അൽ അമീൻ ദിനപത്രത്തിന്റെ എഡിറ്റർ ആരാണ്? സ്ഥാപകനൊക്കെ ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പൊ അങ്ങനെ നമുക്ക് 1 D ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ച ഏത് പ്രദേശത്തെ? അത് അധിക PSC പഠിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഗൗദ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്ത തീരുമാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി. ശരിയാണ്. അപ്പൊ 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ മുഖ്യ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മേളനമാണ്. അപ്പൊ അത് നോക്കാതെ ആരും എക്സാം എഴുതാൻ പോകരുത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി. ശരിയാണ്. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതും ശരിയാണ്. നിസ്സഹകരണ സമരം ആരംഭിക്കുക, അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 1, 2, 4 എന്താണ് ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഓപ്ഷൻ ഒഴിവായി, ഈ ഓപ്ഷൻ ഒഴിവായി, ഈ ഓപ്ഷൻ ഒഴിവായി. അപ്പം 3 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാൻ പറ്റും. 3 കാരണം എന്താ? 3 മാത്രമാണ് ഇവിടെ എന്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ 3 ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ്, 1921 താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? ശതാബ്ദി 1921 ഏതിൻ്റെതാ? ജാലിയൻ വാലാബാഗ് അല്ല. 1919 നമുക്കറിയാം. ക്ഷേത്രപ്രവേശന വിളംബരവും അല്ല. പിന്നെ വൈക്കം സത്യാഗ്രഹം 1924 എന്നറിയാം. അപ്പോൾ ഏതായിരിക്കും വരിക? 21 വരുന്നത് വാഗൺ ട്രാജഡി അല്ലേ? വാഗൺ ട്രാജഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ് 5 ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഞാൻ പെട്ടെന്ന് ഉത്തരം പറയുന്നതിൽ നല്ല നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നതാണ്, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഏതാണ് ആൻസർ ആയിട്ട് വരാം? ഇതിലൊന്നും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. സമ്പാദ കൗമുദി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാ? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല എന്നറിയാലോ. അറിയാം. അപ്പൊ സമ്പാദ കൗമുദി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ 4 വരുന്ന ഓപ്ഷനൊക്കെ നമുക്ക് വെട്ടിക്കഴിഞ്ഞ ആൻസറിലേക്ക് എത്തിട്ടോ. എയും പോയി, സിയും പോയി, ഡിയും പോയി. പിന്നെ ഏതാ ബാക്കിയുള്ളൂ? ബി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഓപ്ഷൻ കിട്ടിയല്ലേ അവിടെ. അപ്പൊ ബാക്കി 3 നിങ്ങൾ നോക്കി വെക്കണം. കുടിയരശ് എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കർ. പിന്നെ വിവേകവർദ്ധിനി എന്ന് പറയുന്നത് വീരേശലിംഗത്തിൻ്റെതാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെയുടേതാണ്. അപ്പോൾ 3 അറിയുന്നവർക്കും പെട്ടെന്ന് കിട്ടും. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെയുടേതാന്ന് അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയും ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആദ്യം നടന്ന തൊട്ടിട്ട് അവസാനം നടന്നത് വരെ. ഏതാണ്? നല്ലോണം വായിച്ചു നോക്കിയേ. ആദ്യം നടന്നിരിക്കുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് അല്ലെ. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, ലാസ്റ്റ് നടന്നിരിക്കുന്ന റഷ്യൻ വിപ്ലവം. സോ ആൻസർ ഏതാണ്? അതായത് ഇത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫസ്റ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം രണ്ടാമത്തത്, ഫ്രഞ്ച് വിപ്ലവം മൂന്നാമത്തത്, റഷ്യൻ വിപ്ലവം നാലാമത്തത്. ഏത് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തതായി വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂഗ, ആസാം. 7th 1B പഠിക്കാത്തവർ പഠിച്ചു നോക്കാം. മൂഗ സിൽക്ക് അധികം വരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് കാണുന്നത്. അത് 4 ഉപഗ്രഹങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒഡീഷയിലെ കോറാപുട്ട് ജില്ലയിൽ ഉത്ഭവിക്കുന്ന ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. ടെൽ നദി നമുക്ക് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നത് റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത്. ബാർലിയും പയറുവർഗ്ഗവും. ബാഗോഗു, കടുക് പറിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് പല കോഡുകൾ. ഒന്ന് നോക്കിയേ. റാബി വിളയെ ബന്ധപ്പെട്ടത് ബാർലി, പയറുവർഗ്ഗമൊക്കെ റാബി വിളയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യമായി ലഭിക്കുന്ന പ്രദേശം ഏത്? മൺസൂൺ മഴ ആദ്യമായി ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. 11th 1B. തിപ്പായ് മുക്ക് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപ്പായ് മുക്ക് ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നതാണ് ഒന്നാണ് തിപ്പായ് മുക്ക് ഡാം എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇത് ചോദ്യം ചോദിച്ച സമയത്ത് ശക്തികാന്ത ദാസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആരാണ്? നിങ്ങൾ അതെന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ആരാണ്?
ഇപ്പോൾ വരുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നതാണ് ശക്തികാന്ത ദാസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാണ് ആൻസർ ആയിട്ട് വരും. പക്ഷെ ഇപ്പോൾ ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്ര എന്ന് ആലോചിച്ച് വെക്കാം. 14. താഴെ പറയുന്നതിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ. വളരെ ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും അവിടെ തന്നെ നമുക്ക് കിട്ടി. ശരിയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഏതാണ് വരിക? ഡി ആണ് വരിക. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ, വേണമെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. എത്ര കുടുംബങ്ങളെ എന്നൊക്കെ ചോദിക്കാം. 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉപജീവനാണോ ഉജ്ജീവനാണോ? ഒരേപോലത്തെ ജീവനം കാണുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ആൻസർ വരുന്നത് ഡി ആണ്. ഉജ്ജീവനം പദ്ധതി. ഉജ്ജീവനം പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി. തിരിച്ചും ചോദിക്കാം, ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ട് ഏത് മിഷനാണെന്നൊക്കെ ചോദിക്കാൻ വരും. കുടുംബശ്രീയാണ് നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ഗോൾഡൻ റെവല്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടത് ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചർ. നെക്സ്റ്റ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ്. ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഡൗട്ട് വരാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ധനബിലിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇത് മൂന്നെല്ലാം നിങ്ങൾക്ക് അറിയാം, 109 ആണ് വരുന്നത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പൊതുജനാരോഗ്യം അല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് കട്ട് ചെയ്ത് പോലെ അപ്പോൾ ഇത് പോയി. നെക്സ്റ്റ്, മായം ചേർക്കൽ. മായം ചേർക്കൽ ഏതിൽ വരുന്നതാ? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാ. അപ്പോൾ രണ്ടുള്ള ഓപ്ഷൻ നോക്കിയാൽ തന്നെ ഇവിടെ ആൻസറിലേക്ക് എത്തി. 2B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2, 3 തൊഴിലും വരും. മായം ചേർക്കലും തൊഴിലും എന്തിൽ വരും? ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ വരും. താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക ഉണ്ടോ? സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കേണ്ട ഒരു ചുമതല ഉണ്ടോ? ഇല്ല. വോട്ടർ പട്ടിക തയ്യാറാക്കുക, അതുണ്ട്, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുക എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ 3 വേണമെങ്കിൽ 3 ആദ്യം തന്നെ ഒഴിവാക്കാം. 1 ഒഴിവായി കഴിഞ്ഞാൽ ഏത് വരും? ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 22A 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. 3 ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഏത് വർഷം, ഏത് ദിവസം, എവിടെ വെച്ച്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ എത്രാമത്തെ സമ്മേളനം ചോദിക്കാം. ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. 49 ഡിസംബർ 9 അങ്ങനെ ആലോചിച്ച് നോക്കാം. 49 ഡിസംബർ ലാസ്റ്റ് മന്ത് 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. അപ്പോൾ ആ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് പറയുമ്പോൾ തന്നെ അതാരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണെന്ന് ഓർമ്മ വരിക. താഴെ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഇതെല്ലാം തന്നെ 5 റിട്ടുകളിൽ വരുന്നതാണിത്. 3 പറ്റുന്നതാണ്. അപ്പോൾ 1, 2, 3 ആൻസർ 3 വരുന്നുള്ളത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും അതിൽ ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നു, അതൊക്കെ വരുമായിരുന്നു. വാറന്റോ അല്ലെ. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാ വരിക? രാജ്യത്തിന്റെ പ്രതിരോധം നിർദ്ദേശകത്വമാണോ? അല്ല, പ്രതിരോധം നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് വെട്ടിപ്പോയാൽ ഇത് പോയി. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, അതെ തീർച്ചയായിട്ടും. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അത് ഏതിൽ വരുന്ന നിർദ്ദേശകത്വമാണോ? അല്ല, അത് നമ്മുടെ എന്തിൽ വരുന്ന മൗലിക അവകാശങ്ങൾ തന്നെ വരുന്നത്. അപ്പോൾ 3 ഓപ്ഷൻ വെട്ടിപ്പോകും. അപ്പം 2ഉം 4ഉം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പരിസ്ഥിതി സംരക്ഷണം ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ആൻസർ വന്നത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതിയാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ. 27. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ച വർഷം 2019 എല്ലാവർക്കും അറിയായിരിക്കും. ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം 2019 വെച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുകയാണ്. 2019 ഓഗസ്റ്റ് 5 ശരിക്കും ആലോചിച്ച് വെക്കാം. 2019 ഓഗസ്റ്റ് 5 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം ഇപ്പോഴത്തത് 2022 to 27 കഴിഞ്ഞിട്ടില്ല എന്ന് ആലോചിക്കാം. 2 വർഷം കൂടെ 2022 to 2027 വരെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? ബാക്കിയല്ലാതെ കുടുംബശ്രീ അതിൽ പെടുന്നതല്ല. അപ്പൊ 4 ഓപ്ഷനൊക്കെ പോട്ടെ. ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും പോട്ടെ. അപ്പം ബാക്കി 3 താലോലമായിക്കോട്ടെ, സ്നേഹപൂർവ്വമായിക്കോട്ടെ, ശ്രുതിതരംഗമായിക്കോട്ടെ, 3ഉം എന്തിൽ വരുന്നതാണ്? എന്ത് വരുന്നതാ? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയിൽ വരുന്നതാ. ഇവിടെ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ ഏതാ വരിക? കുടുംബശ്രീ മാത്രമാണ് അല്ലാത്തത്. അപ്പൊ കുടുംബശ്രീ ഉള്ള ഓപ്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. സോറി, അവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട് അല്ലെ. കുടുംബശ്രീ മാത്രമാണ് ഇല്ലാത്തത്. അപ്പം ബാക്കി 3ഉം അതിൽ വരുന്നതാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികളിൽ വരുന്നതാണ് താലോലവും സ്നേഹപൂർവ്വവും ശ്രുതിതരംഗവും. അപ്പൊ കുടുംബശ്രീയാണ് ഇതിൽ പെടാത്തത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. കുടുംബശ്രീ പെടുന്നില്ല.
നെക്സ്റ്റ്, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം 243 ഐയും വൈയുമാണ്. ഐ വൈ ഒരേപോലെ പ്രൊണൗൺസ് ചെയ്യുന്ന ആലോചിച്ചാൽ മതി, പ്രാസം നോക്കിയാൽ മതി. 243 ഐ ആൻഡ് വൈ, അതാണ് നമ്മുടെ ഭരണഘടനാ അനുച്ഛേദങ്ങൾ വരുന്നത്. 243 അനുച്ഛേദം ഐയും വൈയും ആണ് കേട്ടോ. സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത് 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ്. 2023 ഏപ്രിൽ 1 മുതൽ, അതും ചോദിക്കുക, ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എത്ര വർധനവാണ് ഉണ്ടായിട്ടുള്ളത്? 22 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. 22 രൂപ. ഇപ്പോഴത്തെ പൈസ എത്രയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കാം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇപ്പം കൂട്ടിയതിന് ശേഷം എത്ര രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്? ഒരു ദിവസം പണി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസയാണ് കിട്ടുക എന്നുള്ളത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാനലിന് ഒരു വളർച്ച, നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ PYQs ചെയ്യണമെങ്കിൽ പറയുക, കൂടുതൽ അല്ലെങ്കിൽ ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പട്ടിക 1 പട്ടിക 2 കണക്ട് ചെയ്തേക്കാം. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ. അപ്പം A4 വരുന്ന ഓപ്ഷൻ. അപ്പം സിയും ഡിയും ഓൾറെഡി ക്യാൻസൽഡ് ആയല്ല, കാരണം ആ ഓപ്ഷൻ അല്ല. സമന്വയ പദ്ധതി, സമന്വയത ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പം B5 വരുന്ന ഓപ്ഷൻ, അതായത് എയോ ബിയോ ആവാം അല്ലെ, രണ്ടിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 അഭയകരണം ഏതാ? നിരാലംബരായ വിധവകൾ. അതും രണ്ടും കൺഫ്യൂഷൻ വരില്ല. അവൻ ലാസ്റ്റ് വെച്ച് നമുക്ക് പറയേണ്ടത് നിരാമയ ആരാണ്? നിരാമയ ആർക്കുള്ളതാണ്? നിരാമയ എന്ന് പറയുന്നത് എന്തോ ബന്ധപ്പെട്ട, അതിലാണ് ഇവിടെ നമ്മൾ ഉത്തരം തന്നെ ഇരിക്കുന്നത്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നിരാമയ ശരിക്കും നോക്കിയിട്ട് പറഞ്ഞേ. ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. D3 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം. 4, 5, 1, 3. ഇതൊന്ന് 4 പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ 4 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 33. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം, അതൊന്നും അധികം കാണാത്ത ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? മലേറിയ പ്രതിരോധിക്കാനാണ്. എന്ന് കാണുമ്പോൾ മങ്കി പോക്സ്, മെനിഞ്ചൈറ്റിസ് ഒന്ന് മാർക്ക് ചെയ്ത് പോകരുത്. മലേറിയ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഹൃദയമിടമ്പി നിൽക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു, അങ്ങനെയാണോ പറയുക? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ വാദം ശരിയാണ്, കാരണം തെറ്റാണെന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് വരിക. 34 സി. 35. താഴെ പറയുന്ന പ്രസ്താവനകൾ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ആയിരുന്നു കണ്ടെത്തുക. നന്നായിട്ട് അറിയുന്നവർക്ക് പറയാൻ പറ്റില്ല. കാരണം വിറ്റാമിൻ ബി ആണ് ബെറിബെറി ആയിട്ടുള്ള ഏരിയ എന്ന് അറിയാം. B1 ആണോ B2 ആണോ B3 ആണോ, തയാമിൻ ഏതാണ്, റൈബോഫ്ലാവിൻ ഏതാണെന്നൊക്കെ അറിയുന്നവർക്ക് അത് ശരിക്കും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്നാലും ശരിക്കും നിങ്ങളൊന്ന് വായിച്ചിട്ട് കിട്ടുമെന്ന് നോക്കാം. ശരിയായ ഓപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. B2 വിറ്റാമിൻ, റൈബോഫ്ലാവിൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. തയാമിൻ B1 കാരണം ഉണ്ടാകുന്നതാണ്. തയാമിന്റെ അഭാവം ഉണ്ടാകുന്ന രോഗമാണിത്. അപ്പൊ ഒന്നുള്ള ഓപ്ഷൻസ് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. സിയും പോവും ബിയും പോവും, കാരണം ഇത് രണ്ടും അല്ല. തയാമിന്റെ ഇപ്പൊ രണ്ടുണ്ട്, രണ്ടുള്ള രണ്ട് ഓപ്ഷൻസ് രണ്ടുണ്ട്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യം, അതല്ല ഇത്. ഇത് വേറെ പ്രശ്നമാണ്. ശിശുക്കളിലും ചെറിയ കുട്ടികൾക്കും ഉണ്ടാകുന്നതല്ല ബെറിബെറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തിയതായി കണ്ടുവരുന്നത്. ഇത് ശരിയാണ്. അപ്പൊ 2, 4 ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 8 ഏതാ വരിക? 35 എ ആണ് വരിക. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? UAE വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. 2023 ഇപ്പൊ നമ്മൾ 2025 ഇവിടെ 2023 ചോദിച്ചെങ്കിൽ 2024 2025 പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് COP 28 എന്ന് ആലോചിച്ച് വെക്കണം. അപ്പൊ 29 ഇല്ലെങ്കിൽ 2024 ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു നഗരത്തിലാണ് നടന്നിരിക്കുന്നത്. അസർബൈജാനിലെ ബാക്കു നഗരത്തിലാണ് നടന്നിരിക്കുന്നത്. അപ്പം COP 29 എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചോദിക്കാം? 2024 എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ. പിന്നെ 30, COP 30 ഇല്ലെങ്കിൽ 2025 അതിന് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ബ്രസീലിലെ ബെലം നഗരത്തിൽ വെച്ചിട്ട്. ബെലം, അതും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എത്രാമത്തേതാണെന്ന് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഇവർക്ക് ചോദിക്കാം. നിങ്ങൾ എല്ലാ രീതിയിലും അത് പഠിച്ചു വെച്ചിട്ട് പോയാൽ മതി. ബെലം നഗരത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്, പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്?
തൈമസ് ഗ്രന്ഥിയാണ്. നമുക്ക് നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ ക്ലാസ്സിൽ വരുന്നതാണ്. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. നന്നായിട്ട് പഠിച്ചവർക്ക് കിട്ടും. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഇപ്പം നമുക്ക് ഡിഗ്രി തന്നിട്ടുണ്ട്, ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാം, ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, ഡിഗ്രി കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ആയിട്ട് കാണുന്നത് ഏത് പോയിന്റാണെന്ന് ചോദിച്ചാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ ഏത് ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഫാരൻഹീറ്റിലുള്ള സ്കെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 + 30. ഇവിടെ നമുക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാരൻഹീറ്റിലെ കണ്ടുപിടിക്കാൻ പറ്റും. ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0 വെച്ചിട്ട് കൊടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് വരുന്ന ഏത് ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ട് അതുപോലെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിഗ്രി സെൽഷ്യസ് തന്നാലും ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാം. ഏത് ഫാരൻഹീറ്റ് സെൽഷ്യസ് തന്നു കഴിഞ്ഞാലും ഫാരൻഹീറ്റ് സെന്റിഗ്രേഡ് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിഗ്രിയിൽ കണ്ടുപിടിക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം അതിന്റെ തീവ്രതയ്ക്ക് അനുപാതമാണ്. തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റിക്ക് അനുപാതമാണ്. അതൊക്കെ ഇത് +1 +2 ഒക്കെ ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. 40 ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നതിൽ എന്തിനാണ് മാറ്റമില്ലാത്തത്? ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്, ഫ്രീക്വൻസിക്ക് മാറ്റം വരുന്നില്ല. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നതിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓക്സിജന്റെയും സൾഫറിന്റെയും. രണ്ട് കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്സിജന്റെയും സൾഫറിന്റെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ് വരിക? എയും സിയും അല്ല. അത് പെട്ടെന്ന് കൊണ്ടുപോയി ഓക്സിജനെ മാർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല, ഓക്സിജനും സൾഫറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എയും സിയും സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ. 42 അക്വാ റിജിയം HCl HNO3 3:1 റേഷ്യോയിൽ എടുക്കുക അല്ലെ. അപ്പൊ അത് നമുക്ക് കിട്ടുന്നതാണ്. HCl HNO3 അക്വാ റിജിയലിൽ ഇതിന്റെ മിശ്രിതം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാം. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം. വാഷിംഗ് സോഡ ഏതാണ്? Na2CO3 10H2O അല്ലെ. സോഡിയം ബൈകാർബണേറ്റ് ഏതാണ്? ബേക്കിംഗ് സോഡ ഏതാണ്? NaHCO3. Na2CO3 10H2O എന്ന് പറയുന്നത് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ്. ക്വസ്റ്റ്യൻസ് കുറച്ച് വേഗത്തിൽ പോകുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ലാഗ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്ലോ ആക്കണമെങ്കിൽ പറയണം. മറ്റു വീഡിയോസ് കുറച്ചുകൂടി സ്ലോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ചുരുങ്ങിയ സമയത്തിലുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം 13ാമത്തെ ലോഹമാണ്. 13ാമത്തെ എലമെന്റ് ആണ്. ദ്രവ്യത്തിന്റെ അറ്റോമിക് സിദ്ധാന്തം ഏതാണ്? ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറഞ്ഞ് പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ജോൺ ഡാൽട്ടൺ. സയൻസുകാർക്ക് വെട്ടിലേച്ച് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കാം. നെക്സ്റ്റ്, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത. ആദ്യത്തെ വനിതയെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. വാങ്കാരി മാതായി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് ഇപ്പോഴും പഠിക്കുന്നതാണ്. അത് വാങ്കാരി മാതായി. നെക്സ്റ്റ്, ദി സിറ്റാഡൽ. ഇതിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ഡോക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്ന് കിട്ടില്ല അല്ലെ. ദി സിറ്റാഡൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് AJ ക്രോണിൻ ആണ്. AJ ക്രോണിൻ. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി ഇവിടെ കാണുന്നതാ. അലാമിക്കളി എന്ന് പറയുന്നത് കാസർഗോഡ് തന്നെ കാണുന്നതാണ്. അലാമിക്കളി കാസർഗോഡ് കാണുന്നതാണ്. നെക്സ്റ്റ് 49ാമത്തെ ക്വസ്റ്റ്യൻ. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാത്തിലും കവിത ദർശിച്ച മഹാകവി ആരാണ്? പെട്ടെന്ന് നമുക്ക് മഹാകവി എന്ന് പറയുമ്പോൾ ആരെയും മാർക്ക് ചെയ്ത ഡൗട്ടായിരുന്നു. ഈ കുഞ്ഞിരാമൻ നായരാണ്. അങ്ങനെ എല്ലാത്തിലും കവിത ദർശിച്ച മഹാകവി. ഈ ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? എബ്രഹാം വർഗീസ് ആണ്. എബ്രഹാം വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് 2023 പുറത്തിറങ്ങിയ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വളരെ സ്പീഡിൽ ചെയ്തതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വേഗത്തിൽ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഫാസ്റ്റായി എന്നറിയാം. നിങ്ങൾക്ക് വീഡിയോ സ്ലോ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതിന് ശേഷമുള്ള മാത്സ് പ്രോബ്ലംസും എക്സ്പ്ലനേഷൻസ് ഒക്കെ വേണമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഗ്രോത്ത് ഒരു ചാനൽ വളർന്നു വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ക്രിയേറ്റേഴ്സിന് അത് ചെയ്യാനും പറ്റുള്ളൂ, ടീച്ചേഴ്സിനും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.